വിശ്വാസിയാണ്. അപ്പൊ ഈ വിശ്വാസിയായിരിക്കും ഇങ്ങനത്തെ മറ്റേ ഈ കൊലപാതകത്തിനും തട്ടിക്കൊണ്ടു പോകലിനും ഒക്കെ കിടക്കുമ്പോൾ ഒരു വിഷമം വരത്തില്ലേ? നമ്മൾ വിശ്വാസിയായിരിക്കുമ്പോൾ എന്ത് സാഹചര്യത്തിലാണെങ്കിലും നമ്മളെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടാ, ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. ഇപ്പോൾ ഞാൻ ഒരു കേസിന് ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടാനായിട്ട് പോകണം, അവരൊരു വിഷയത്തിൽ ഇടപെട്ട് കേസായി, അവനെയും കൂടി നമ്മൾ നോക്കേണ്ട അവസ്ഥ, അവന് വേണ്ടി ഇടപെട്ടാൽ പോലും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും മാറി നിൽക്കുമ്പോൾ വേറെ ഇപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ഞാൻ മാറിയിരിക്കുന്നു, ചേട്ടൻ്റെ അടുത്ത് മാറിയിരിക്കുമ്പോൾ ചേട്ടനാണ് എൻ്റെ കാര്യങ്ങൾ നോക്കണത്. അപ്പോൾ ചേട്ടൻ്റെ അവിടുത്തെ വിഷയങ്ങൾ കൂടി ഞങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും തീർച്ചയായിട്ടും. അപ്പോൾ അവിടുത്തെ വിഷയങ്ങളായി. അപ്പോൾ എങ്ങനെ തുടക്കം എങ്ങനെ നിങ്ങൾ ഞാൻ പറഞ്ഞ് കുഴപ്പമില്ലാതെ പൊക്കോണ്ടിരിക്കുന്നു. അപ്പൊ അത്യാവശ്യം കൂട്ടുകെട്ട് മോശമായിരുന്നു തുടക്കത്തിൽ? അല്ലല്ല, കൂട്ടുകെട്ടൊന്നും ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. എൻ്റെ ഏരിയയിൽ അയിനിയമ്പലം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്, അതായത് ഫോർമാളിലെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. അപ്പോൾ അവിടെ ഏരിയയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ ഒരു 5 മണി 6 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫാമിലിക്കൊന്നും പോകാൻ പറ്റില്ല. കാരണം അവിടെ കുറേ ചേട്ടന്മാർ നിന്ന് വെള്ളം അടിച്ച് പോണ. ഇപ്പോൾ ഭാര്യയും ഭർത്താവും പോയി കഴിഞ്ഞാൽ ആ ഭർത്താവിനെ വിളിച്ചിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് 150 രൂപ വാങ്ങിച്ചിട്ട് അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പെണ്ണുങ്ങൾ പോയി കഴിഞ്ഞാൽ കളിയാക്കല്, അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു 90-കളിൽ. അത് തന്നെ. അപ്പോൾ ആ സമയങ്ങളിൽ ഇവരുടെ അനിയന്മാരുണ്ടാവുമല്ലോ, ഇവരായിട്ടൊക്കെയാണ് നമ്മൾ കളിക്കാൻ പോണത്. അതായത് ഇപ്പൊ അന്ന് ക്രിക്കറ്റ് കളിയാണ്, ഞാനൊരു ക്രിക്കറ്റ് ഭ്രാന്തനാണ്. അപ്പൊ നമ്മൾ ശനിയും ഞായറൊക്കെ കിട്ടുന്ന സമയങ്ങളിൽ പോയി മറ്റേ ബെറ്റ് വെച്ചിട്ടല്ലേ കളിക്കണം, 50 രൂപ 100 രൂപ എന്നുള്ളതിൽ നമ്മളെല്ലാം പിരിവിട്ടിട്ട് നമ്മൾ കളിക്കുന്നത്. അപ്പൊ ഇവരുടെ ഏരിയയിൽ പോയി കളിക്കുമ്പോൾ ഇവര് പറയുന്നതാണ് അവിടെ ന്യായം. കളിയുടെ രീതികളിൽ അവര് തീരുമാനിക്കും. അവര് തീരുമാനിക്കും. അപ്പോൾ ചെറുപ്പം തൊട്ട് ഞാനൊരു ചൂടനാണ്, പെട്ടെന്ന് എനിക്ക് ദേഷ്യം വരും. അപ്പൊ നമ്മൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ നമ്മളത് പ്രതികരിക്കും. അത് പറ്റില്ല എന്ന് പറയുമ്പോൾ അവരുടെ മുമ്പിൽ നമ്മളൊരു നോട്ടപ്പുള്ളിയാണ്. ഈ ബാക്കിയുള്ള 10 പേർക്കും വിഷയമില്ല, അവർ ഞങ്ങളെ പറഞ്ഞ പോലെ കളിക്കും. നിനക്ക് മാത്രം എന്താ വിഷയം എന്ന് പറയുമ്പോൾ നമ്മളെ എവിടെ വെച്ച് കാണുമ്പോൾ ഇവർ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. അപ്പം നമ്മളവിടെ തലകുണിച്ചു പോയ വിഷയമില്ല, പക്ഷെ നമ്മളത് പ്രതികരിക്കുമ്പോൾ അത് വിഷയങ്ങളിലേക്ക് പോണേണ്. അപ്പോൾ അത് ചർച്ചയാവും. പിന്നെ കാരണം എല്ലാ ദിവസവും ഈ വഴികളിൽ അങ്ങനെ പോണത്. അപ്പോൾ ഇത് ഓരോരോ വിഷയങ്ങൾ ഏത് പ്രായത്തില് സ്കൂളിൽ പഠിക്കുമ്പോൾ? അതെ. അപ്പോൾ ഒരു 13 വയസ്സ് 14 വയസ്സുള്ള സമയമാണ്.